വലതുപക്ഷ മാധ്യമ നിർമ്മിതി നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. നവീൻ ബാബു കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്നും CBI എന്നത് അവസാന അന്വേഷണമല്ല എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ സർക്കാർ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ കാലത്തും സക്രിയമായിട്ട് മാധ്യമ ശൃംഖലകളിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവും വലതുപക്ഷ നിർമ്മിതിയും ആശയ നിർമ്മിതിയും അതിന് ഞങ്ങൾ അന്നും ഇന്നും ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്, എതിർക്കുകയും ചെയ്യും. അപ്പോഴൊന്നും ഞങ്ങൾ പത്രപ്രവർത്തകർക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയായിട്ടോ കടന്നാക്രമമായിട്ടോ അല്ല അതിനെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചത്. മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയെ, ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനെ ലോകത്ത് ഒരു കേന്ദ്രത്തിലുമില്ലാത്ത രീതിയിൽ അത് സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളം തന്നെയാണ്. അതുപോലെ വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി ഏറ്റവും ശക്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു മാധ്യമ ശൃംഖലയും പ്രധാനമായിട്ട് കേരളത്തിലാണുള്ളത്. അത് രണ്ടും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് കുടുംബമായിട്ട് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CBI അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് കിടക്കേണ്ട പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ ഇനി പ്രവർത്തിക്കുന്നത് തന്നെയാണ് പറയുന്നത്. CBI അന്വേഷണത്തിൽ ഞങ്ങൾ നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടിക്കിടക്കുന്ന സത്തയാണെന്ന്. ഇതിപ്പോ 62 ലക്ഷം ആളുകൾ വാങ്ങുന്നില്ലേ, അതിൻ്റെ അകത്ത് ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ട് പരിഹരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ആർക്കായി എതിർപ്പുള്ളത്? പരിഹരിച്ചോട്ടെ, അവർക്കധികം കൊടുക്കണം. ഞങ്ങളാരും പറയുന്നുണ്ട്, ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമാതിരികൾ ആർക്കും കൊടുക്കേണ്ട വില കാര്യമുണ്ട്.